ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. നമുക്കിവിടെ ചെറിയൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചി വെള്ളി ആ ഒരു ഭാഗത്തായിട്ടാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ എറണാകുളത്തോട്ട് പോകാൻ നിൽക്കണേന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ നമുക്ക് ചുമ്മാ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ബീച്ചിൻ്റെ അങ്ങോട്ട് പോവാം, ചുമ്മാ സ്ട്രീറ്റിലൊക്കെ നടന്നിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് പോകണേണ്. അപ്പോൾ ക്ലൈമറ്റ് നോക്കൂ, മഴ ഇങ്ങനെ പെയ്തിട്ട് ഇങ്ങനെ ഇറ്റി നിൽക്കണേണ്. പക്ഷെ എന്നാലും പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ കേട്ടോ. ഈ ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് പരിചിതമായിരിക്കാം, കാരണം കുറേ ഫിലിമിലുണ്ട് കേട്ടോ ഈ ബസ് സ്റ്റോപ്പ്. ഫോർട്ട് കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള മിക്ക ഫിലിമിലും ഈ ഒരു ബസ് സ്റ്റോപ്പ് ഭയങ്കര ഒരു സംഭവമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ എത്താറായിട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾ ഫോട്ടോ കൊച്ചിയിൽ വരാമെന്നുണ്ടെങ്കിൽ, എന്നൊരു ഫോട്ടോയിൽ മിക്കവരും വരുമ്പോഴത്തേനും ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ റീല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ എത്ര വട്ടം വന്നതാണെന്നുണ്ടെങ്കിലും ഇന്ന വഴി കൂടി കയറി ഇന്ന സ്ഥലത്തെത്തും, അല്ലെങ്കിൽ ഇന്ന സ്ട്രീറ്റിൽ കൂടി കയറി ഇന്ന സ്ട്രീറ്റ് എത്തും, അങ്ങനെയെന്നുള്ളൊരു ധാരണയില്ല. നടക്കുമ്പോൾ അങ്ങോട്ട് നടക്കും, അത് അങ്ങനെയാണിപ്പോഴും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും, കൊച്ചിയുടെ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടെന്നാണെങ്കിൽ ഏതൊക്കെയാണ് ഫോട്ടോഷൂട്ടിന് പറ്റിയിട്ടുള്ള നല്ല സ്പോട്ടുകൾ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടോ. ഈ ചേർച്ചിൻ്റെ ഫ്രണ്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചേർച്ച് എന്ന് പറയുന്നത് നമ്മുടെ പോർച്ചുഗീസുകാരുടെ മെയിൻ ആൾ വാസ്കോ ഡ ഗാമനെ ഇവിടെയാണ് ആദ്യം സംസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷമാണ് പോർച്ചുഗീസിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സെൻറ്റ് ഫ്രാൻസിസ് ചേർച്ച് എന്നാണ് ഈ ഒരു ചേർച്ചിൻ്റെ പേര് വരുന്നത്. അതുപോലെ തന്നെ 2010 ദേശീയ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ ഇൻ കേസ് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിസ്സാരം 1 ലക്ഷം രൂപ മാത്രം പിഴയാക്കി കൊടുത്താൽ മതി എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ചേർച്ചിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. ആ ഒരു ഭംഗിയൊക്കെ നോക്കിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ എത്രമാത്രം ഭംഗിയിൽ കാണും എന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ ഈ ദുബായിലൊക്കെ ഉള്ള പോലത്തെ ഒരു വോളും കാര്യങ്ങളും ഗേറ്റും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെയാണ്. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കാട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇത് 2 വർഷം മുന്നേ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്, ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ടാവും. നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള പിക്ചേഴ്സായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസായിരുന്നു. കുറച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന സ്പോട്ടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനൊരു സംഭവം കാണാൻ പറ്റും. കുറച്ച് നടന്നാൽ മതി. ഇതിൻ്റെ വിൻഡോ ഒക്കെ നോക്കി ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ. താഴെ ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് സെയിം ചെടികൾ ഇങ്ങനെ ഒരേ അളവിൽ ഇങ്ങനെ വളർത്തി നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് സേവ് ദ ഡേറ്റിൻ്റെ. രണ്ടാമത്തെന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ ഇത് നമ്മുടെ ബിഗ് ബി ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് ആകെ ഇങ്ങനെയാക്കി കളഞ്ഞവർ, പക്ഷേ ഇത് നമുക്കൊട്ടും മനസ്സിലാവില്ല ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലമാണോ എന്നുള്ളത്. അങ്ങനെ ഇവിടെയാണ് നമ്മുടെ ബിഗ് ബി ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആക്കി പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി ലെഫ്റ്റ് സൈഡിലോട്ടാണ് കേട്ടോ നടക്കുന്നത്. റോസ് സ്ട്രീറ്റിലോട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ കഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പൊതുവേ കാണുന്ന കഫേ പോലെ അല്ല, ഇവിടുത്തെ എല്ലാ കഫേസിനും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും എല്ലാം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയോ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടപ്പുണ്ട്. എന്നുവെച്ചാൽ പഴയ കാലത്തുള്ള ബിൽഡിങ്ങുകളാണ്. അത് ഇപ്പോഴും ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് കീപ്പ് ചെയ്യുന്നത് ഭയങ്കര സംഭവമല്ലേ. പിന്നെയുള്ളത് ഈ ഒരു സ്പോട്ടാണ്. ഇവിടെ നിന്ന് ഞാൻ ഇതിപ്പോൾ ഈ ഇടയ്ക്ക് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ് എന്തോ ആണ് കേട്ടോ. ഇവിടെ നിന്നും ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കാം. ഞാനിവിടെ തല ചൊറിഞ്ഞ് നിൽക്കുന്ന സീനൊക്കെ ഉണ്ട്. ഫോട്ടോസും കൂടി ഞാൻ എടുത്തത് കാണിക്കാം കേട്ടോ. എൻ്റെ ഡ്രസ്സായിട്ട് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഡിസൈനായിരുന്നു അത്. പിന്നെ ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. ഇതൊക്കെ എന്തോ കഫേ എന്തോ ആണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാം. പിന്നെ എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ കുറേ ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട്, കല്ലൊക്കെ ഇട്ട് നല്ല വിൻഡോസ്, നല്ല ഡോറുകൾ. ഈ ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടും. പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു, ചെറുതായിട്ട് മഴ ഇങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും പൊടിഞ്ഞിട്ട് നിൽക്കണമായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേരൊക്കെ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ പല സ്ഥലത്തായിട്ട്. പിന്നെയുള്ളത് ഈ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് ഭയങ്കര രസമാണ്, നല്ല ക്ലാസ് ലുക്കായിരുന്നു കേട്ടോ. നമുക്ക് ഫോട്ടോന് വേണ്ടി പോസ് ചെയ്യണേന് ഞാനപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഈ സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ഫോട്ടോയിൽ ഭയങ്കരമായിട്ട് എടുത്തിങ്ങനെ നിൽക്കും. ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ സൂപ്പറാണ്. പിന്നെ പറയാനുള്ളത് ഇത് നോക്കൂ, ഇത് രണ്ടും 2 ബിൽഡിംഗ് ആണ്, പക്ഷേ ഇതിൻ്റെ നടുക്ക് കൂടി ഒരു പാലം പോയേക്കണം കണ്ടോ.
ഇത് പണ്ടത്തെ കാലത്ത് ചെയ്തിട്ടുള്ളതാണ്, എത്രയോ കാലം മുമ്പുണ്ടായതാണ്, ഇപ്പോഴത്തെ പോലെയല്ല. ഇത് എന്തിനാണ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിൽ നിന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് ഈസി ആയിട്ട് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് കേട്ടോ. പണ്ടത്തെ കാലത്ത് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമല്ലേ. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ഓരോ ഷോ പീസ് കാര്യങ്ങൾ, ആൻറ്റി പീസുകൾ, പിന്നെ കുറേ ജ്വല്ലറി സെറ്റുകൾ. ഇതൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ഫോറിനേഴ്സാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ക്രേസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സോ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. കുറേ സ്റ്റോണുകൾ, അതുപോലെ തന്നെ കുറേ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങൾ നോക്കൂ. ബുദ്ധൻ്റെ അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ. ഇതൊക്കെ ഭയങ്കര പഴക്കമുള്ള സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മളിവിടെ നിന്ന് കയറില്ല, പക്ഷെ ഫോറിനേഴ്സിന് ഇത് ഭയങ്കര ഒരു കാര്യമാണ്. പിന്നെയുള്ളത് പെർഫ്യൂംസുകൾ കുറേ. ഇത് നമ്മളിവിടെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ പെർഫ്യൂം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ ക്രിയേറ്റ് ചെയ്ത് തരും. അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പെർഫ്യൂം ഷോപ്പാണ് ഇത്. അതായത് നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പെയിൻറ്റിങ്സ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഫോട്ടോഷൂട്ടൊന്നും പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കാരണം അധികം അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്നില്ല. ജസ്റ്റ് ഞാൻ ആ വിൻഡോ കൂടി കാണിച്ചു തന്നുള്ളൂ. അവിടെ തന്നെ അവർ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഫോട്ടോച്ചിൽ തന്നെ മെയിൻ ഹൈലൈറ്റിങ് ഫോട്ടോ എടുക്കുന്ന സെൻറ്റർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇത് ഒരു ലോഡ്ജാണ്, റെയിൻ ട്രീ ലോഡ്ജ് എന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ നിങ്ങൾ ഫോട്ടോഷൂട്ടിന് വരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരോടൊന്ന് ചോദിക്കുക എടുത്തോട്ടേ എന്നുള്ളത്. ഇവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസൊക്കെ പൊള്ളിയാണ് മക്കളെ, ഒന്നും പറയാനില്ല. ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോ കൂടി കാണിക്കാം കേട്ടോ. പീറ്റേഴ്സ് എല്ലി സ്ട്രീറ്റ് എന്നാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നടന്നിട്ട് റൈറ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് കാണാം. ഇവിടെ നിന്ന് ഞങ്ങളുടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്, ഒരു ഓറഞ്ചും വൈറ്റും. ഇവിടെ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു സ്റ്റെപ്പ് വരുന്നില്ല, അവിടെ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതെന്ന് പറയുന്നത് എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്, കാരണം നല്ല മഴയായിരുന്നു. പക്ഷേ ഈ മഴയത്ത് കയറി നിൽക്കുന്ന ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഇവിടെ നിന്നായിരുന്നു അടുത്ത ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ എന്തായാലും ഫോട്ടോ ആയിട്ട് കാണിക്കാം കേട്ടോ. ഭയങ്കര മഴയായിപ്പോയി. എന്തായാലും ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് കാണിക്കാം. പിന്നെ അതിന് മഴ തോർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തോർന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാണ്ട് ഓടിക്കളഞ്ഞു. സോ എനിക്കത് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ സേവ് ദ ഡേറ്റിൽ. ഞാനിങ്ങനെ നടന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നല്ലതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളൂ. കുറച്ച് പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കഫേസ് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അവരോടൊന്ന് അനുവാദം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അധികം നമ്മളിവിടെ നിൽക്കില്ല, കാരണം നല്ല മഴ ഇനിയും വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും കുറേ നല്ല സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്, പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇത്ര എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്തുന്നത് ബിഗ് ബി ഷൂട്ട് ചെയ്തിട്ടുള്ള വീടിൻ്റെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ അതോടുകൂടി നമ്മുടെ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.